തീർച്ചയായിട്ടും ഒരു കാര്യം തന്ന് അങ്ങ് പോവുക, പിന്നെ അതും മറന്നു എന്നുള്ള പരിപാടിയൊന്നുമില്ല. ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്കുണ്ടാവാം. തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ തന്നതാണ്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ, ആ നമ്പറിലേക്ക് അറിയിച്ചാൽ മതി. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാം. ഞാനൊരു കോടീശ്വരനൊന്നുമല്ല, വർഷത്തിലൊരു സിനിമയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈടെയായിട്ട് കുറച്ച് പ്രോഗ്രാംസ് കിട്ടി. അപ്പോൾ ആ കിട്ടിയ പൈസ വന്നപ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്ന് വന്നിട്ട് അവരെ എന്തെങ്കിലും നേരിടും. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് ഞാൻ അല്ലേ, അത് എനിക്ക് ഒരു മൈലേജ് അല്ലേ, എൻ്റെ മൈലേജ് അല്ലല്ലോ വിഷയം. നമ്മളൊരു വിഷയത്തിന് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ വിഷയത്തിന് പരിഹരിക്കാനോ അല്ലെങ്കിൽ എന്നാലാവുന്ന രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ചെയ്യാനോ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. വെറും 50,000 രൂപ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം തുടക്കം ചില ആളുകൾ എന്നോട് പറയുകയുണ്ടായി, അല്ല നമ്മൾ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിൽ, ഒരു സർക്കാരിനെതിരെ. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആർക്കെതിരെയോ ആരെയും മറച്ചിടാനോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല. നിങ്ങൾക്ക് നോക്കിയറിയാം, ഞാൻ 14 വർഷമായിട്ട് ഞാൻ ഇന്നേ വരെ ഏതെങ്കിലും ജാതിയോ മതമോ രാഷ്ട്രീയമായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തന്നെ ചിലപ്പോൾ ഞാൻ ഇടപെട്ട ആളുകൾ പറയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. കാരണം നമ്മൾ ആർക്കും എതിരായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ കൂടുതലും നോക്കുന്നൊരു മാനുഷിക പരിഗണന, അത് മാത്രമാണ് സന്തോഷ് പണ്ഡിറ്റ് നോക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കാം. പക്ഷേ ഇന്ന് 44-ാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ കൃത്യമായി എനിക്ക് മനസ്സിലാവുന്നു 44 ദിവസം ഒന്നും രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരത്തിന് പോകാൻ പറ്റൂല. അപ്പോൾ അതിൽ ഇരിക്കുന്നവരിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അപ്പോൾ അത് മാനുഷിക പരിഗണനയുള്ള വിഷയമാണെന്ന് മനസ്സിലായി. അല്ല അറിയാം, എന്നാലും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടും. 2, നമ്മൾ വെറുതെ വന്ന് ഒരു ഇപ്പോൾ ഇതേപോലെ ഒരു ഇതിൽ സംസാരിക്കാനോ അതും അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ വരാനോ വീഡിയോ വരാനോ അല്ല സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു കാര്യം എൻ്റെ നെറ്റിലൊടിച്ച് നടക്കാനുമില്ല. വരികയാണെങ്കിൽ എന്തെങ്കിലും അവരെ സാമ്പത്തികമായി സഹായിക്കണം. ഞാനൊരു കോടീശ്വരനൊന്നുമല്ല, വർഷത്തിലൊരു സിനിമയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈടെയായിട്ട് കുറച്ച് പ്രോഗ്രാംസ് കിട്ടി. അപ്പോൾ ആ കിട്ടിയ പൈസ വന്നപ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്ന് വന്നിട്ട് അവരെ എന്തെങ്കിലും നേരിടും. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് ഞാൻ അല്ലേ, അത് എനിക്ക് ഒരു മൈലേജ് അല്ലേ, എൻ്റെ മൈലേജ് അല്ലല്ലോ വിഷയം. നമ്മളൊരു വിഷയത്തിന് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ വിഷയത്തിന് പരിഹരിക്കാനോ അല്ലെങ്കിൽ എന്നാലാവുന്ന രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ചെയ്യാനോ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. വെറും 50,000 രൂപ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയും പൈസ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്പർ കൊടുത്തു. ഇതല്ല ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും. 2-3 പ്രോഗ്രാം കിട്ടിയതാണ് നമ്മളിവിടെ ചെയ്തത്. ഇതൊരു ചെറിയൊരു എൻ്റെ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ തന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു കാര്യം തന്ന് അങ്ങ് പോവുക, പിന്നെ അതും മറന്നു എന്നുള്ള പരിപാടിയൊന്നുമില്ല. ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്കുണ്ടാവാം. തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ തന്നതാണ്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ, ആ നമ്പറിലേക്ക് അറിയിച്ചാൽ മതി. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാം. 99 477 25 911 ഇതാണ് എൻ്റെ നമ്പർ. ഇത് ഒരുപാട് കോൾ വരുന്നതാണ്, അതുകൊണ്ട് ഈ നമ്പർ നോട്ട് ചെയ്ത ആശാവർക്കർമാരോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ മെസ്സഞ്ചർ, അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളൊരു ഇത് വിട്ടാൽ മതി. അത് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം. 99 477 25 911 ഈ നമ്പറിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ സാമ്പത്തികമൊന്നും മാത്രമല്ല കേട്ടോ, വേറെ എന്തെങ്കിലും അല്ല നമ്മളാലാവും. നമുക്കിപ്പോൾ ഒരുപാട് ബന്ധങ്ങളോ ഒന്നുമില്ല, എന്നാലും നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനുണ്ട് കൂടെ. ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായം ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ തുകയാണത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 1.5 മാസമായി ശമ്പളമില്ലാതെയാണ് ഈ സമരപ്പന്തലിൽ ആശാവർക്കർമാർ വന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ വരാനുള്ള വണ്ടിക്കൂലി പോലും ഇപ്പോൾ കയ്യിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ആശാവർക്കറുടെ വീട് ജപ്തിയായി. ആ ജപ്തി 7 ദിവസത്തിനുള്ളിൽ ജപ്തി ചെയ്ത് പോകുന്നൊരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ നടത്തിയ ഒരു പ്രവർത്തനത്തിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭ ഏതാണ്ട് 3 ലക്ഷം രൂപ അടച്ച് അവരുടെ ആ വീട് വീണ്ടെടുത്ത് കൊടുക്കേണ്ടായി. മറ്റൊരു ആശാവർക്കർക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ട്, അതും ഒരാൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമരപ്പന്തലിൽ വന്നതിന് ശേഷം നിരവധി എല്ലാ ആശാവർക്കർമാരും വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണ്. കാരണം വല്ലപ്പോഴും ഈ 7,000 രൂപ കിട്ടുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും ആവില്ല. ആരും കടം കൊടുക്കാനില്ല, കാരണം കൃത്യമായി വരുമാനമില്ലാത്ത ആളുകൾക്ക് കടവും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അധികം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച്, സമരസമിതിയെയും ഇവിടുത്തെ ആശാവർക്കർമാരെ സംബന്ധിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു സംഭാവനയാണ്. ഞങ്ങളത് വളരെ നീതിപൂർവമായി പ്രയോജനപ്പെടുത്തുമെന്ന് കൂടി പറയുകയാണ്.